ഒന്നും വേണ്ട, ഒരു 3-4 മാസത്തിനകം ജയിച്ചാൽ ജയിക്കും. പുതിയ പത്തനംതിട്ട കൊണ്ടുവരും. അതെ, അതായത് ഓൾറെഡി തുടക്കമിട്ട പദ്ധതി ആണ് IT പാർക്ക്. പത്തനംതിട്ട. അതിൽ 10 കോടി രൂപ ഗവൺമെൻറ് ഓർഡറായി. അതിൽ സ്ഥലം അക്വസിഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. എല്ലാ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്താൻ പറ്റും, അവർക്കിരുന്ന് ജോലി ചെയ്യാൻ പറ്റും, നല്ല ഹൈ സ്പീഡ് കണക്ടിവിറ്റി ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള IT പാർക്കാണ് വരുന്നത്. അത് നമ്മുടെ നാട്ടിലെ പേരൻസിന് വേണ്ടി കൂടിയാണ്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവർ വരട്ടെ, അവർക്ക് പേരൻസിനൊപ്പം നിൽക്കാം. അബാൻ ഫ്ലൈ ഓവർ പത്തനംതിട്ടയുടെ, ഞാൻ പറഞ്ഞതുപോലെ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രോജക്റ്റാണ്. നമുക്ക് പാർക്ക് നമ്മൾ അതിൽ സമരം ചെയ്തു. അതോടൊപ്പം തന്നെ നിരന്തരമായി ചർച്ച നടത്തി. ചാനൽ തന്നെ വിഷയം തീർത്തു തന്നെ ഓർമ്മയല്ലോ, ഗീതാ സുരേഷിനെ വിളിച്ചിട്ട് വിഷയം അവിടെ തീർത്ത് നമ്മൾ ചർച്ച. സ്റ്റേഡിയം തന്നെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡ്രീം ആയിരുന്നല്ലോ. അപ്പോൾ ഈ പദ്ധതികളുടെ പൂർത്തീകരണം നമുക്ക് അബാൻ ഫ്ലൈ ഓവർ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഉദ്ഘാടനം ചെയ്ത് സൂപ്പറായി. രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം. പത്തനംതിട്ടയുടെ MLA ആയിരുന്നു, അങ്ങനെ മന്ത്രിസഭയിലേക്ക് എത്തി. 5 വർഷക്കാലം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ ആക്രമണം ഈ മന്ത്രിസഭയിൽ ഏറ്റ ഒരു മന്ത്രി കൂടിയാണ്. പക്ഷേങ്കിൽ ഇതൊക്കെയാണെങ്കിലും ശരി, പത്തനംതിട്ടക്കാരെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റങ്ങൾ വീണ ജോർജ് കൊണ്ടുവന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് വളരെ സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ വിഷയങ്ങളൊക്കെ. എന്നാൽ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം പത്തനംതിട്ടയിൽ ഈ വീണ ജോർജിന് കിട്ടുന്നുമുണ്ട്. ഈ വിമർശനങ്ങളൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും? നമ്മൾ കാണേണ്ടത് 20 വർഷമായിട്ടൊരു ഇൻഡോർ സ്റ്റേഡിയത്തിന് കല്ലിടുന്നുണ്ടല്ലോ. ആ കല്ല് ഇടുന്നതല്ലാതെ അവരൊരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇപ്പുറത്ത് നമുക്ക് അനുവാദം ലഭിച്ചില്ല ഒരു സ്റ്റേഡിയത്തിന്. നമ്മൾ അതിൽ സമരം ചെയ്തു. അതോടൊപ്പം തന്നെ നിരന്തരമായി ചർച്ച നടത്തി. ചാനൽ തന്നെ വിഷയം തീർത്തു തന്നെ ഓർമ്മയല്ലോ, ഗീതാ സുരേഷിനെ വിളിച്ചിട്ട് വിഷയം അവിടെ തീർത്ത് നമ്മൾ ചർച്ച. ഈ ആദ്യഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നമുക്കൊരു 2024 നമ്മൾ ആരംഭിക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനം. ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ സ്റ്റേഡിയം ഒരു 3 മാസത്തിനകം അത് പൂർത്തിയാകും. 3-4 മാസത്തിനകം പൂർത്തിയാകും. അതുകൂടാതെ ഇപ്പോൾ അബാൻ ഫ്ലൈ ഓവർ പത്തനംതിട്ടയുടെ, ഞാൻ പറഞ്ഞതുപോലെ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രോജക്റ്റാണ്. നമുക്ക് പാർക്കിംഗ് സ്പേസാണ് ഇതിൻ്റെ അടി മുഴുവൻ കിട്ടുന്നത്. അല്ലാതെ ഈ അബാൻ ഫ്ലൈ ഓവർ ഇല്ലെങ്കിൽ റോഡിൽ നമുക്ക് പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ മുകളിലൂടെ വണ്ടി പോകും, താഴെയുള്ള വണ്ടികൾ താഴെ കൂടെ വണ്ടി പോകും. രണ്ട് സൈഡിൽ നമ്മൾ സൈഡ് റോഡുകളുണ്ട്. അപ്പോൾ ടൗണിനുള്ളിലേക്ക് ഉള്ള ഗതാഗതം വളരെ അനസ്യൂതം നടക്കും. പണി പൂർത്തിയാക്കാനുണ്ട്. അതൊരു 2 സ്പാനൂടെയാണ് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് ഉള്ളത്. അത് പൂർത്തീകരിച്ച് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 3 കേസ് നിലനിൽക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആ കേസുകൾ നിലനിൽക്കുമ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്രയും നാൾ ശ്രമിച്ചത്. കേസുകൾ കാരണം പണി തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ. കാരണം കേസ് കാരണം പണി നിന്നുപോയാൽ ഇതിലും വലിയ കഷ്ടം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടി മുഴുവൻ നമുക്ക് പാർക്കിംഗ് സ്പേസും ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പേസായിട്ട് അത് മാറും പത്തനംതിട്ടയുടെ. ഇപ്പം നമ്മൾ ഈ റിംഗ് റോഡ് നവീകരണം പ്രോജക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ പത്തനംതിട്ടയുടെ ഒരു ടോട്ടൽ പത്തനംതിട്ട നല്ല മികച്ച നിലയിൽ നടക്കും. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ടയിൽ നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി പാലം വന്നില്ല. കോഴഞ്ചേരി പാലം നമ്മൾ പൂർത്തിയാക്കി. ഇല്ല, പൂർത്തി എന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങും മറ്റ് ഗ്രില്ല് ചെയ്ത് ഇതിൻ്റെ കൈവരിയൊക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്പാനെല്ലാം നമ്മൾ പൂർത്തിയാക്കി. ഇനി ആ ആർച്ചിൻ്റെ ഒരു വാർപ്പും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഒരു ക്യൂറിങ് പീരീഡ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കോൺക്രീറ്റിംഗ് മുഴുവൻ കഴിഞ്ഞു. പാലത്തിൻ്റെ സ്ലാബ് മുഴുവൻ നമ്മൾ വാർത്ത് കഴിഞ്ഞു. ഇനി ആ കൈവരിയുടെ ഗ്രില്ലിങ്ങും ഒക്കെയാണ്. പെയിൻറ്റിങ് ആരംഭിച്ചു, പ്രൈമർ അടിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്രോച്ച് റോഡ്, ഇപ്പോൾ സാധാരണ പാലം പണിത് അപ്രോച്ച് റോഡിനാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് അപ്രോച്ച് റോഡ് 2 സൈഡിലും നമുക്ക് അപ്രോച്ച് റോഡിൻ്റെ കാര്യങ്ങളെല്ലാം. ഇത്തവണത്തെ ഇലക്ഷനിൽ ഉയർത്തി കാണിക്കുന്നത് പ്രധാനപ്പെട്ട എന്താ വിഷയം? ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാനായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് അത് നടത്തിയത്. നമുക്ക് സാധിച്ചു. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ സ്റ്റേഡിയം തന്നെ
എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡ്രീം ആയിരുന്നല്ലോ. അപ്പോൾ ഈ പദ്ധതികളുടെ പൂർത്തീകരണം നമുക്ക് അബാൻ ഫ്ലൈ ഓവർ ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും ഉദ്ഘാടനം ചെയ്ത് സൂപ്പറായി അടിയിൽ പാർക്കിങ്ങും മറ്റ് കാറുകൾ ഇത് ചെയ്യുന്നതും ജിം ഇപ്പോൾ ഔഷധിയുടെയൊക്കെ ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് കഴിയും. ഒരു എഗ്രിമെൻ്റ് മാത്രം വെച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെ പത്തനംതിട്ടയുടെ പുതിയ പത്തനംതിട്ടയാണ് നമ്മളുടെ ഈ പത്തനംതിട്ട. ഈ പുതിയ പത്തനംതിട്ട എന്ന കൺസെപ്റ്റാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുന്നത്. പുതിയ പത്തനംതിട്ടയാണ്. അതിനൊരു 1 വർഷമോ 2 വർഷമൊന്നും വേണ്ട, ഒരു 3-4 മാസത്തിനകം ജയിച്ചാൽ ജയിക്കും. അല്ല, ജയിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് പുതിയ പത്തനംതിട്ട കൊണ്ടുവരും. അതെ, അതായത് പുതിയ പത്തനംതിട്ടയുടെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാന സൗകര്യ മേഖലയിൽ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഒരു 3-4 മാസത്തിനുള്ളിൽ ഇത് നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നമ്മൾ ഈ ചെയ്തത് പുതിയ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ പുതിയ പത്തനംതിട്ട യാഥാർത്ഥ്യമാകും. അപ്പോൾ അതിനുവേണ്ടി വികസന തുടർച്ചയ്ക്ക്, ജനക്ഷേമത്തിന്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഉണ്ടായതാണ് കോർട്ട് കോംപ്ലക്സ്. അതെ, കോർട്ടിൻ്റെ വിഷയം. സ്ഥലം ഏറ്റെടുത്തു 20 കോടി രൂപ. പുതിയ മിനി സിവിൽ സ്റ്റേഷൻ ഇപ്പോൾ മാറ്റി പണിയണമെന്ന് പറയുന്നുണ്ട്. അതെ, അത് 10 കോടി രൂപ എല്ലാത്തിനും അനുവദിച്ചു വേണം. 10 ബജറ്റിലുണ്ട്. 10 കോടി രൂപ നമുക്ക് പണമുണ്ട്. ഞാൻ ജില്ലാ കളക്ടറുടെ അടുത്ത് സംസാരിച്ച് അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് പുതിയ കെട്ടിടം അവിടെ പണിയും. പുതിയ കെട്ടിടം പണിയുമ്പോൾ പരമാവധി സൗകര്യങ്ങളോടുകൂടി ആധുനികമായ സിവിൽ സ്റ്റേഷനാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. 10 കോടി എന്ന് പറഞ്ഞാലും MLA ഫണ്ട് കൂടി കൊടുക്കുകയാണ്, നമുക്ക് അനുവാദം ഉണ്ടെങ്കിൽ അതും കൊടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോർട്ട് കോംപ്ലക്സിൻ്റെ നമുക്ക് കേസുകളായിരുന്നു, ഹൈക്കോടതി തന്നെ ഇടപെട്ട കേസുകളൊക്കെ മാറ്റി 20 കോടി രൂപയുടെ നമ്മൾ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കി. ഇനി 113 കോടി രൂപയാണ് ബിൽഡിങ്ങിന്, അതിൻ്റെ പണി ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കോർട്ട് വലിയ വിഷയമാണ് പത്തനംതിട്ടയ്ക്ക്. ഈ ഇത്രയൊക്കെ പറയുമ്പോഴും ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് പത്തനംതിട്ടയിലേക്ക് പുതിയ എന്തെങ്കിലും ഒരു സംരംഭം വേണമെന്നുള്ളൊരു ആവശ്യമുണ്ട്. എന്ത് കൊണ്ടുവരാൻ പറ്റും? ജയിച്ചു വന്നാൽ എന്ത് കൊണ്ടുവരാൻ പറ്റും? ഓൾറെഡി തുടക്കമിട്ട പദ്ധതി ആണ് IT പാർക്ക്. പത്തനംതിട്ട അതിൽ 10 കോടി രൂപ ഗവൺമെൻറ് ഓർഡറായി. അതിൽ സ്ഥലം അക്വിസിഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം പോയി. റവന്യൂ വകുപ്പിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ നടക്കുകയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു IT പാർക്ക് പത്തനംതിട്ടയിൽ സാധ്യമാകും. അത് ഈ പറഞ്ഞതുപോലെ അവിടെയും ഒരു IT സ്പേസ് ആയിരിക്കും, കഫേയും ബാഡ്മിൻ്റൺ കോർട്ടും. ഈ കുട്ടികളല്ലേ, യങ്സ്റ്റേഴ്സ് അല്ലേ, അപ്പോൾ അവർക്ക് വന്ന് ഇരുന്ന് അവർക്കൊരു പിന്നെ മറ്റിടങ്ങളിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോ സൈബർ പാർക്കിലോ ടെക്നോ പാർക്കിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിലേറ്റവും വലിയ സാമൂഹ്യമായ ഘടകം എന്താണെന്നറിയോ? ഈ പേരൻസ് പലപ്പോഴും ഒറ്റയ്ക്കാണ്. ഇപ്പോൾ മക്കൾ വന്ന് ഇപ്പോൾ വൈഫൈ കണക്ടിവിറ്റി ഇല്ല, ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തണം, അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നടത്താനൊക്കെ ഉള്ള ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്താൻ പറ്റും, അവർക്കിരുന്ന് ജോലി ചെയ്യാൻ പറ്റും, നല്ല ഹൈ സ്പീഡ് കണക്ടിവിറ്റി ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള IT പാർക്കാണ് വരുന്നത്. അത് നമ്മുടെ നാട്ടിലെ പേരൻസിന് വേണ്ടി കൂടിയാണ്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അവർ വരട്ടെ, അവർക്ക് പേരൻസിനൊപ്പം നിൽക്കാം, നാട്ടിൽ വന്ന് നിൽക്കാം. കാരണം ഏറ്റവും ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളമുള്ള സ്ഥലമാണല്ലോ പത്തനംതിട്ട. അപ്പോൾ അത് വന്ന് നിൽക്കുമ്പോൾ ഇതുകൂടി സാധ്യമാകും എന്നുള്ളതാണ് IT പാർക്ക്. പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയുഷ് ഹോസ്പിറ്റൽ പത്തനംതിട്ടയിൽ അത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പേർക്ക് തൊഴിൽ കിട്ടും? കുറേ പേർക്ക് തൊഴിൽ കിട്ടും. അപ്പോൾ അങ്ങനെ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അത് പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതിൻ്റെ എല്ലാം നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന് അതിന് നന്ദി അറിയിക്കുന്നു. ഒരു സാധനം വച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.